എൻ്റെ നല്ലയമ്മ. പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്തിലേക്ക് കടന്നുവന്നതും തുടർന്ന് തന്റെ ജീവിതത്തിൽ ആ അമ്മ വഴി നയിച്ചതുമായ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ചങ്ങനാശ്ശേരി അതിരൂപത ലൂർദ് ഫൊറോന ഇടവക അംഗമായ ഡോക്ടർ മെൻഡസ് ജേക്കബ്. പരിശുദ്ധ അമ്മയോടുള്ള മധ്യസ്ഥതയും വണക്കവും ഭക്തിയുമൊക്കെ ഇന്ന് വിവിധ ക്രൈസ്തവ സഭകളിൽ ഒത്തിരി തർക്കത്തിനും വിവാദത്തിനും കാരണമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം, യുക്തിപൂർവ്വം ഇതിനെ സമീപിക്കുമ്പോൾ ഒരുപക്ഷെ ഒരു ഉത്തരം നമുക്ക് കിട്ടത്തില്ല. മാത്തമാറ്റിക്സ് പഠിച്ച എനിക്കും ആദ്യ കാലഘട്ടത്തിൽ ഇതിനെപ്പറ്റി ഞാൻ ഒത്തിരി ചിന്തിച്ചിട്ടുണ്ട്. എന്തിനാ ഈശോയോട് നേരിട്ട് പ്രാർത്ഥിച്ചാൽ പോരെ, ദൈവത്തോട് നേരിട്ട് ബന്ധപ്പെട്ടാൽ പോരെ, എന്തിനാണ് ഒരു മധ്യസ്ഥത? ഇങ്ങനെയൊക്കെയുള്ള ചില ചോദ്യങ്ങൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ യൂത്തും സയൻസ് പഠിക്കുന്നവർ പ്രത്യേകിച്ച് ചോദിക്കാറുണ്ട്. എന്നാൽ ഇതിനൊരു ഉത്തരം കണ്ടെത്തിയ എൻ്റെ അനുഭവത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നതെന്ന്. ഇത് ഒരു വിശ്വാസ സത്യം നമ്മൾ സ്വീകരിക്കുമ്പോൾ ഒരിക്കലും അത് യുക്തിപൂർവ്വം നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു ഉത്തരമായി അതിന് കിട്ടത്തില്ല. അവിടെ നമ്മൾ സ്വന്തം അനുഭവത്തിലൂടെ അതിനെ ധ്യാനിച്ച് ഇതൊരു അനുഭവമായിട്ട് മാറുകയാണെങ്കിൽ നമുക്കൊരു ബോധ്യത്തിലേക്ക് കടന്നു വരാൻ സാധിക്കും. വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ എപ്പോഴും അങ്ങനെയാണ് സംഭവിക്കാറുള്ളത്. മാതാവ് എന്നെ തേടിപ്പിടിച്ചെന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ സാധിക്കും. കാരണം ചെറുപ്പത്തിൽ എൻ്റെ അമ്മ പഠിപ്പിച്ച ചില സുഹൃദയപങ്ങളുണ്ട്. അതിനകത്ത് എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ എന്ന സുഹൃദയപം ഞാൻ 100 കണക്കിനല്ല 1000 കണക്കിന് ചെറുപ്പത്തിൽ ചൊല്ലിയിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം മാതാവിനോടുള്ള ഭക്തി കാര്യമായിട്ടൊന്നും എനിക്ക് ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം. MSc ഞാൻ കോഴിക്കോട് ദേവഗിരി കോളേജിൽ പഠിക്കുമ്പോൾ ഇതുപോലെയുള്ള യുക്തിചിന്തകൾ അവിടെ ഒത്തിരി ചർച്ചാ വിഷയമാണ്. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ പഠിക്കുന്നവർ അപ്പോൾ അവരൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ ആ യുക്തിചിന്തകൾ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നീട് അതിനുശേഷം ഞാൻ മാന്നാനം ഗൈ കോളേജിൽ ലെക്ചറായിട്ട് ജോയിൻ ചെയ്യുകയും 1 വർഷത്തിന് ശേഷം MPhilഉം PhDയും ചെയ്യാനായിട്ട് ഡൽഹിയിലേക്ക് പോവുകയും ചെയ്തു. PhD ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് PhD ചെയ്യുന്ന തുടക്ക കാലഘട്ടത്തിൽ കേരളത്തിൽ അവധിക്ക് വന്നപ്പോൾ മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടാനുള്ള ഒരു അവസരം കിട്ടി. ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ധ്യാനം കൂടാൻ ആഗ്രഹിച്ചു പോയതല്ല, ഈ ധ്യാനത്തിലൂടെ ഒത്തിരി അത്ഭുതങ്ങളൊക്കെ നടക്കുന്നു, ഇതിനെപ്പറ്റി ഒന്ന് പഠിക്കുക എന്നതായിരുന്നു ആദ്യത്തെ ലക്ഷ്യം. അങ്ങനെ മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടാൻ പോയപ്പോൾ ഒരു സൺഡേ ഈവനിങ് ഞാൻ അവിടെ എത്തി. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ ഉച്ചവരെ ധ്യാനത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുകയെന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബുധനാഴ്ച ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചിട്ട് വന്ന് ഞങ്ങൾ ഹോളിൽ ഇരിക്കുമ്പോൾ സ്റ്റേജിൽ കുറേ ആൾക്കാർ ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോഴെനിക്ക് മനസ്സിലായി ഉച്ച കഴിഞ്ഞിട്ട് ഈ സ്റ്റേജിലിരിക്കുന്നവരുടെയൊക്കെ സാക്ഷ്യങ്ങൾ പറയാൻ പോവുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓരോരുത്തർ സാക്ഷ്യം പറയാൻ തുടങ്ങി. അവിടെ ഒരു കൊച്ചു കുട്ടി ഉണ്ടായിരുന്നു, ഒരു 3-4 വയസ്സുള്ള ഒരു കുട്ടി. അവൻ ആ സ്റ്റേജൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കണ്ടു. അവനെ കണ്ടപ്പോൾ മുതൽ എനിക്ക് എന്തോ ചില ഒരു അനുഭവം എനിക്ക് ഉണ്ടാകാൻ തുടങ്ങി. എൻ്റെ കണ്ണിലൂടെയൊക്കെ കണ്ണീര് വരാൻ തുടങ്ങി. ദൈവം എന്തോ എന്നിലൂടെ പ്രവർത്തിക്കുന്ന പോലെ എനിക്കത് ഫീൽ ചെയ്തു. അവസാനം ഈ കൊച്ചിൻ്റെ അമ്മ വന്ന് അവനെ എടുത്തിട്ട് അവൻ്റെ സാക്ഷ്യം പറഞ്ഞത് ഇങ്ങനെയാണ്: അവൻ ജനിച്ചിട്ട് ഇതുവരെ നടന്നിട്ടില്ല. അന്ന് രാവിലെയാണ് അവനെ എടുത്തുകൊണ്ടാണ് ധ്യാനത്തിന് വന്നത്. അന്ന് രാവിലെയാണ് ആദ്യമായിട്ട് ജീവിതത്തിൽ അവനെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇത് വലിയൊരു അത്ഭുതം കർത്താവ് അവിടെ പ്രവർത്തിച്ചു. ഇതിലും വലിയ അത്ഭുതങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും എന്നെ സ്പർശിച്ചില്ല. കാരണം ഈ കൊച്ചുകുട്ടിയുടെ അനുഭവം എൻ്റെ ജീവിതത്തിലെ അനുഭവം തന്നെയായി എനിക്കവിടെ സ്വീകരിക്കാൻ സാധിച്ചു. ഞാൻ ചെറുപ്പത്തിൽ 2 വയസ്സുള്ളപ്പോൾ കംപ്ലീറ്റ് പാരലൈസ്ഡ് ആയതാണ്. പോളിയോ വന്നിട്ട് അന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു, ഇനി ഈ കുട്ടി ഒരിക്കലും എഴുന്നേറ്റ് നടക്കത്തില്ല, ഒരു ചികിത്സയും ചെയ്യേണ്ട എന്ന് പറഞ്ഞ് പേരൻസിനോട് വീട്ടിൽ കൊണ്ടുപോയി കിടത്തിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് നാൾ കിടന്നു, 1 വർഷത്തോളം കിടന്നു. എന്തൊക്കെയോ ആയുർവേദ മരുന്നൊക്കെ ചെയ്തു. 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തന്നെ അവിടെ നിന്ന് സുഖം പ്രാപിച്ച് എഴുന്നേൽക്കുക ചെയ്തത്. അപ്പോൾ ഈ ഒരു അത്ഭുതം കർത്താവ് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചത് വർഷങ്ങൾക്ക് ശേഷം ഈ മുരിങ്ങൂർ ധ്യാനകേന്ദ്രത്തിൽ വെച്ച് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്നു. അത് ഈ കുട്ടിയുടെ സാക്ഷ്യത്തിലൂടെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ധ്യാനം കൂടാൻ പോയപ്പോഴുള്ള ഒരു വ്യക്തിയല്ല, ഈ ഒരു സാക്ഷ്യം കേട്ടതിന് ശേഷം തികച്ചും പുതിയൊരു വ്യക്തിയായിട്ട് ഞാൻ മാറുകയായിരുന്നു. തമ്പുരാൻ എന്നെ തേടിപ്പിടിച്ച പോലെ എനിക്കൊരു അനുഭവം ഉണ്ടായി. അതിനുശേഷം ഞാൻ പുതിയൊരു വ്യക്തിയായി. അന്ന് ഞാനൊരു തീരുമാനമെടുത്തു, ഇനി ജീവിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം. അപ്പം പുതിയ സ്ഥലങ്ങളിലേക്ക് പോകണം.
ഈശോയെ അറിഞ്ഞിട്ടില്ലാത്ത അനേകം മക്കളിലേക്ക് ഈശോയെ കൊടുക്കണം, ഞാൻ അനുഭവിച്ചറിഞ്ഞ യേശു ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കണം. അപ്പോൾ കൂടുതൽ ധ്യാനത്തിലേക്കൊക്കെ ധ്യാന പ്രസംഗമൊക്കെ നടത്തണം. ഇങ്ങനെയുള്ള വലിയ ആവേശത്തോടെയാണ് മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ഞാൻ തിരിച്ചു വരുന്നത്. തിരിച്ചു വന്ന് ഞാൻ ഡൽഹിയിലേക്ക് എൻ്റെ അവധി കഴിഞ്ഞ് പോവുകയാണ്. അപ്പോൾ ആദ്യം എൻ്റെ വിചാരം, ഞാൻ MPhil വരെ പഠിച്ചു, ഇനി PhD ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, തിരിച്ച് കോളേജിൽ വന്ന് ജോയിൻ ചെയ്യാം, അങ്ങനെയൊക്കെ ചിന്തിച്ച് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ ബോഗിയിൽ ഒരു അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ ആന്ധ്രാപ്രദേശിൽ മിഷണറി പ്രവർത്തനം നടന്ന അച്ഛനാണ്. അച്ഛനോട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അച്ഛനപ്പോൾ പറഞ്ഞ ഇതാണ്, യു ഷുഡ് കണ്ടിന്യൂ യുവർ PhD. അതെല്ലാം കഴിഞ്ഞിട്ട് ദൈവത്തിനൊരു സമയമുണ്ട്, ആ സമയത്ത് സുവിശേഷ പ്രഘോഷണമൊക്കെ നടത്താം, അല്ലെ മിനിസ്ട്രിയിലൊക്കെ ആയിരിക്കാം. അങ്ങനെ ഞാൻ അവിടെ ചെന്നു, PhD ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. തിരിച്ചു വന്ന് MG യൂണിവേഴ്സിറ്റിയിൽ സ്കൂൾ ഓഫ് ആപ്റ്റിക്കൽ മാത്തമാറ്റിക്സിൽ ജോയിൻ ചെയ്തു. അവിടെ 5 വർഷം വർക്ക് ചെയ്തു. 2 വർഷം ഡയറക്ടറായിരുന്നു. അവിടുന്ന് റിസൈൻ ചെയ്തിട്ട് IPSR സൊല്യൂഷൻ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അതൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. അതിൻ്റെ MD ആയിട്ട് ജോലി ചെയ്തു തുടങ്ങി. അതിനുശേഷം 1 വർഷം കഴിഞ്ഞപ്പോൾ മരിയൻ കോളേജിൽ MCAയുടെ ഡയറക്ടറായി. ഇന്നും അവിടെ 2 സ്ഥലങ്ങളിലും സേവനം അനുഷ്ഠിക്കുന്നു. പക്ഷേ ഈ മിനിസ്ട്രിയുടെ കാര്യം കർത്താവ് പിന്നീടാണ് ഒരുക്കി തന്നത്. അത് വീണ്ടും ഒരു 4-5 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഇവിടെ കോട്ടയത്തുള്ള ജോസ് നവസ് അച്ഛനും ഞങ്ങൾ കുറച്ച് 3-4 പ്രൊഫഷണൽസ് ഞങ്ങൾ ജോലി ചെയ്യുന്നവരാണ്. ഞങ്ങളെല്ലാവരും ചേർന്ന് UCAT പഠിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞൊരു സ്കൂളിൽ ധ്യാനം നടത്തണം. അപ്പം കർത്താവ് അതിന് വേണ്ടിയിട്ട് ഞങ്ങളെ ഒരുക്കിയായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഈ മിനിസ്ട്രി തുടങ്ങി. കമ്മ്യൂണിറ്റി ഫിദെ എന്ന പേരിൽ മിനിസ്ട്രി തുടങ്ങി. ഇന്ന് 3-4 അച്ഛന്മാരെ ഞങ്ങളിതിനെ നയിക്കുന്നുണ്ട്. അവർക്ക് പിതാവ് ഞങ്ങളുടെ പേട്ടനാണ്. അപ്പോൾ ഞങ്ങൾ പ്രൊഫഷണൽസിൻ്റെ ഇടയിൽ, സ്റ്റുഡൻസിൻ്റെ ഇടയിൽ, അല്ല യൂത്തിൻ്റെ ഇടയിൽ, സമർപ്പിതരുടെ ഇടയിലൊക്കെ സുവിശേഷം എത്തിക്കുക, അവരെ ഒരു മിഷണറി ആക്കുക. ഇതാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചെടുത്തിയ ഒരു തീരുമാനം. അപ്പോൾ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ ഞങ്ങൾ കൂടുതൽ ധ്യാനങ്ങൾ നടത്താൻ തുടങ്ങിയപ്പോൾ, ഞങ്ങൾ കൂടുതൽ പ്രാർത്ഥിച്ചപ്പോൾ, ധ്യാനിച്ചപ്പോൾ കർത്താവ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന ഒരു കാര്യം, പരിശുദ്ധ അമ്മയാണ് ഏറ്റവും വലിയ മിഷണറി എന്ന ആളാണ്. അങ്ങനെ വീണ്ടും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടാൻ തുടങ്ങി. അതുവരെ ഇല്ലാത്ത ഒരു അനുഭവത്തിലേക്ക് ഞങ്ങളെ പരിശുദ്ധ അമ്മ കൂട്ടിക്കൊണ്ടുപോയി. ഞങ്ങളുടെ മിനിസ്ട്രിയിൽ എല്ലായിടത്തും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വ്യക്തിപരമായ ഒരു അനുഭവം ധ്യാനത്തിൽ കൂടുന്നവർക്കും ധ്യാനം നടത്തുന്നവർക്കും ഉണ്ടാകാൻ തുടങ്ങി. പ്രത്യേകിച്ച് കോട്ടയത്ത് താമസിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ ഇടവക ലൂർദ് പള്ളിയാണ്. ലൂർദ് മാതാവിൻ്റെ മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും ഞങ്ങൾ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ഞാനും എൻ്റെ ഭാര്യയും കൂടെ വിമലഗിരി കത്തീഡ്രലിൽ പോകാറുണ്ട്. അവിടെ നിത്യാരാധനയുണ്ട്. അതോടൊപ്പം തന്നെ മാതാവിനോടുള്ള മാധ്യസ്ഥ അപേക്ഷിക്കാനായിട്ട് ഒരു അനുഭവത്തോടെ അത് ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്ഥലമായിട്ട് അത് മാറി. എൻ്റെ മിനിസ്ട്രിയിൽ ഉള്ള അനുഭവം എന്ന് പറയുന്ന ഇതാണ്, ഞാൻ എവിടെ സെഷൻ എടുക്കാൻ പോകുമ്പോഴും എൻ്റെ കൂട്ടത്തിലുള്ളവരെല്ലാം വിളിച്ച് പറയാനുണ്ട്. അവരെല്ലാം ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കും. ഞാനും ജപമാല ചൊല്ലി പോകുമ്പോൾ പരിശുദ്ധ അമ്മ ആ സെഷൻ, ആ ശുശ്രൂഷ നയിക്കുന്നതായിട്ടുള്ള ഒരു അനുഭവം എനിക്ക് തോന്നാറുണ്ട്. ഞാൻ പലപ്പോഴും സെഷൻ എടുക്കുമ്പം എൻ്റെ കൂടത്തിൽ പരിശുദ്ധ അമ്മ നിൽക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടാകാറുണ്ട്. അപ്പോൾ പരിശുദ്ധ അമ്മയാണ് സ്ലീഹന്മാരെ വലിയൊരു മിഷണറിമാരാക്കി മാറ്റിയത്. ഈശോയുടെ കുരിശുമരണത്തിന് ശേഷം പേടിച്ചരണ്ടിരുന്ന ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ പരിശുദ്ധ അമ്മ ധൈര്യം കൊടുത്തുകൊണ്ട് നിന്ന് പെന്തക്കോസ്ത അനുഭവത്തിലേക്ക് അവരെ നയിച്ച അമ്മ ഇന്ന് ഞങ്ങളുടെ മിനിസ്ട്രിയെ നയിക്കുന്ന ഒരു അനുഭവമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ ഓരോ മിഷണറിക്കും, ഓരോ സുവിശേഷ പ്രഘോഷകർക്കും അവരെ നയിക്കുന്നത് പരിശുദ്ധ അമ്മയാണെന്നുള്ളൊരു ബോധ്യം ഇതുവരെയുള്ള എൻ്റെ ശുശ്രൂഷകളിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ധ്യാനത്തിലൂടെ കിട്ടിയ അനുഭവത്തിൽ നിന്ന് പരിശുദ്ധ അമ്മയിലേക്ക് എന്നെ കൂടുതൽ കൊണ്ടുപോയത് എൻ്റെ ശുശ്രൂഷകളാണ്. ഭാര്യയും 3 മക്കളും അടങ്ങുന്ന ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ പരിശുദ്ധ അമ്മയെ നാഥയായി സ്വീകരിച്ചതു മുതലുണ്ടായ മാറ്റം എപ്രകാരമാണെന്ന് പങ്കുവയ്ക്കുകയാണ് ഇദ്ദേഹം. അമ്മ നയിക്കുന്ന ഭവനങ്ങളിൽ ഈശോയുണ്ടെന്ന് ഈ അനുഭവ സാക്ഷ്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ മാതാപിതാക്കന്മാരും, ഞങ്ങൾക്ക് 2 സഹോദരങ്ങളുണ്ട്, 2 സഹോദരിമാരുണ്ട്. ഞങ്ങളിവിടെ എൻ്റെ ഭാര്യയും 3 മക്കളും ഉള്ളത്. ആദ്യത്തെ 2 പേര്, ഒരാൾ എഞ്ചിനീയറിംഗ് ഫൈനൽ ഇയർ പഠിക്കുന്നു, രണ്ടാമത്തെ ആൾ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തു, മൂന്നാമത്തെ മോൻ അവനിപ്പോൾ 6ാം ക്ലാസ്സിലാണ് പഠിക്കുക. എല്ലാ ദിവസവും രാവിലെ ഞങ്ങൾ ദിവ്യബലി പങ്കെടുക്കാറുണ്ട്. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം കുഞ്ഞുങ്ങളെ കൂട്ടിക്കൊണ്ടാണ് പോകാറുള്ളത്. ദിവ്യബലി പങ്കെടുത്തതിന് ശേഷം സമയമുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് തന്നെ ഒരു ജപമാല ഞങ്ങൾ ചെല്ലും. അല്ലെങ്കിൽ തിരിച്ച് വീട്ടിൽ വന്നിട്ട് കുഞ്ഞുങ്ങളോട് ജപമാല എല്ലാം പറഞ്ഞ് അവർ ജപമാല ചെല്ലുമായിരുന്നു. പരിശുദ്ധ അമ്മ എപ്പോഴും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു അനുഭവം ഞങ്ങൾക്കുണ്ട്. കാരണം അവരുടെ പഠനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും
ഞങ്ങളൊക്കെ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ കൂടുതൽ മാർക്ക് അവർക്ക് വാങ്ങിക്കാൻ സാധിച്ചു. സ്കൂളിലൊക്കെ അവർ ടോപ്പേഴ്സായിരുന്നു. അതുപോലെ തന്നെ ആ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം അത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയിൽ നിന്നാണ് അവർക്ക് കിട്ടിയത്. ആ ഒരു ബോധ്യം ഞങ്ങൾക്കുണ്ട്. എല്ലാ ദിവസവും ഞങ്ങൾ രാവിലെ പള്ളിയിൽ പോകുന്ന സമയത്ത് കാറിൽ പോകുമ്പോൾ തന്നെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിക്കാറുണ്ട്. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ സ്വാശ്രഗീതം അത് പാടി അത് പ്രാർത്ഥിച്ചാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ യാത്രയിലൊക്കെ ഒരു സംരക്ഷണം ഞങ്ങൾക്ക് പലപ്പോഴും കിട്ടുന്നത് അതുകൊണ്ടാണ്. ഞങ്ങൾ എവിടെ യാത്ര ചെയ്യാൻ പോയാലും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. അത് കുടുംബമായിട്ട് പോകുമ്പോൾ കൂടുതൽ ജപമാല ചെല്ലാറുണ്ട്. കൂടുതൽ ദൂരയാത്രയാണെങ്കിൽ കൂടുതൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. ഇന്നും എനിക്കൊരു വിശ്വാസമുണ്ട്, വർഷങ്ങളായിട്ട് ഞാൻ വാഹനം ഓടിക്കുമ്പോൾ വാഹനത്തിൽ ഒരു അപകടവും കൂടാതെ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം അവിടെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ദൂരയാത്രയൊക്കെ ചെയ്യുന്നുണ്ട്. പലപ്പോഴും അപകടത്തിൽ നിന്ന് കഷ്ടിച്ച് ഞങ്ങൾ രക്ഷപ്പെടാറുണ്ട്. അവിടെയൊക്കെ അമ്മയുടെ സംരക്ഷണമാണ് ഞങ്ങൾക്ക് കൂട്ടായിട്ടുണ്ടായിരുന്നുള്ള ബോധ്യം എനിക്കുണ്ട്. അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ അവൾ വളർന്നു വരുമ്പോൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും എന്നൊക്കെ ചെയ്താലും ഈ കാലഘട്ടത്തിൽ അവർ ജീവിക്കുമ്പോൾ അവർ മറ്റുള്ളവരുമായിട്ട് ഇടപെടുമ്പോൾ പ്രത്യേകിച്ച് പല പാപ സാഹചര്യങ്ങളിലേക്ക് അവർ പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ അവരിവിടെ ഇല്ലാത്ത സമയത്ത് പോലും അവർക്ക് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അവരെ കൂടുതൽ വിശ്വാസത്തിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പലപ്പോഴും പല അമ്മമാരും അച്ഛന്മാരും എൻ്റെ അടുത്ത് വന്ന് അഡ്വൈസ് ചോദിക്കാറുണ്ട് മക്കളെ വളർത്തുന്ന കാര്യത്തിലും. ചില അമ്മമാരും ഒന്ന് പറയാറുണ്ട്, മക്കൾ പഠിക്കുന്നില്ല, ചിലർ മദ്യപാനത്തിലേക്ക് പോകുന്നു, മയക്കുമരുന്നിലേക്ക് പോകുന്നു. ഒത്തിരി ബുദ്ധിമുട്ടി വിഷമിക്കുന്ന അമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരോടൊക്കെ ഞാൻ അഡ്വൈസ് ചെയ്യാറുള്ളത് ഇതാണ്: ആ കുഞ്ഞുങ്ങൾ ഒരുപക്ഷെ വീട്ടിലില്ലാത്ത സമയത്ത് അവരുടെ മുറിയിലിരുന്ന് അവർക്ക് വേണ്ടി ജപമാല ചെല്ലുക. പരിശുദ്ധ അമ്മ അവരെ കാത്തുകൊള്ളും. ഇതെൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുക. കാരണം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അവരൊരു പക്ഷേ ഒത്തിരി ടെൻഷനൊക്കെയുള്ള സമയമുണ്ടാവും, അവരൊരു മൂഡ് ഔട്ട് ആവുന്നുള്ള സമയമുണ്ടാവും. ചില കാര്യങ്ങൾ അവർ ചോദിച്ചിട്ട് നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ കൂടുതൽ അവിടെ പറയാനൊന്നും പോകാറില്ല. ഞാൻ അവരുടെ മുറിയിലിരുന്ന് അവർക്ക് വേണ്ടി ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയ്ക്ക് അവരെ സമർപ്പിക്കുമ്പോൾ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്ന ആ രീതിയിലേക്ക് അവർക്ക് ബോധ്യങ്ങൾ വരാനായിട്ട് തുടങ്ങും. ഇത് ഒത്തിരി അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ കുറേ അമ്മമാർക്കത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, കുറേ പേരൻസിനത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവരങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ അവർക്കൊക്കെ അനുഭവം ഉണ്ടായതായിട്ട് പിന്നീട് അവർ എൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യപ്പെടുത്താറുണ്ട്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിക്കുമ്പോൾ പ്രത്യേകിച്ച് സന്തോഷത്തിൻ്റെ ദിവ്യരഹസ്യം ചെല്ലുമ്പോൾ അവരുടെ രണ്ടാമത്തെ ദിവ്യരഹസ്യം പരിശുദ്ധ അമ്മ ഏലീശ പുണ്യവതിയുടെ അടുത്ത് ചെന്ന് ഏലീശ പുണ്യവതിയെ ശുശ്രൂഷിക്കുന്നതാണ്. പരിശുദ്ധ അമ്മ അവിടെ കടന്നു ചെന്നപ്പോൾ അമ്മയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായപ്പോൾ തന്നെ ഏലീശ പുണ്യവതിയുടെ ഉദരത്തിലുണ്ടായിരുന്ന ശിശു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് തുള്ളിച്ചാടി. അപ്പോൾ ആ രഹസ്യം ധ്യാനിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഭവനത്തിൽ പരിശുദ്ധ അമ്മ കടന്നു വരുന്നതും പരിശുദ്ധ അമ്മ കടന്നു വരുമ്പോൾ എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറയുന്നത്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയുന്ന ഒരു അനുഭവത്തിലേക്ക് അത് ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു അനുഭവം നേരിട്ട് അനുഭവിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇതുപോലെ ഓരോ രഹസ്യവും ചെല്ലുമ്പോൾ ആ രഹസ്യത്തിൻ്റെ കൂടത്തിൽ അതിൻ്റെ ആ മീനിങ്ങോട് കൂടി ആശയത്തോടു കൂടി അമ്മയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കാറുണ്ട്. നമുക്കറിയാം, നമ്മളെല്ലാവരും ഒത്തിരി അശുദ്ധിയിൽ ആയിരിക്കുന്നവരാണ്. ഓരോ ദിവസവും ഓരോ നിമിഷവും പാപസാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മൾ. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന കർത്താവിന് മുമ്പിൽ എത്തിക്കാനായിട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, പരിശുദ്ധ അമ്മ പരിശുദ്ധയാണ്, അമലോത്ഭവമാണ്. അപ്പോൾ ഒരു വെള്ളം ഒരു പ്യൂരിഫയറിലൂടെ കടന്നുപോയി ആ വെള്ളം പ്യൂരിഫൈ ചെയ്യുന്നത് പോലെ നമ്മുടെ ഈ മാധ്യസ്ഥ പ്രാർത്ഥന അമ്മയുടെ മാധ്യസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അത് കുറച്ചുകൂടെ പ്യൂരിഫൈഡ് ആകുന്ന ഒരനുഭവം അതും തോന്നിയിട്ടുണ്ട്. എൻ്റെ അമ്മ ഒരു മരിയഭക്തയാണ്. എന്നെ ചെറുപ്പത്തിൽ സുഹൃതം ചെല്ലാൻ പഠിപ്പിച്ചു. ഇപ്പോഴും ഒത്തിരി ജപമാല ചെല്ലുന്ന അമ്മയ്ക്ക് ഓരോ ദിവസവും പരിശുദ്ധ അമ്മയുടെ അനുഭവം ഉണ്ടാകുന്ന എന്നോട് അങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ഉറങ്ങിക്കിടക്കുമ്പോൾ വിളിച്ചേൽപ്പിക്കുന്ന പരിശുദ്ധ അമ്മയാണ്. കഴിഞ്ഞ ദിവസം ഒരു അനുഭവം ഉണ്ടായത്, മോട്ടോർ വെച്ചിട്ട് വെള്ളം കവിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഉറങ്ങിക്കിടന്നപ്പോൾ അമ്മയെ വിളിച്ചേൽപ്പിച്ചു പരിശുദ്ധ അമ്മ. ഓടിച്ചെന്നപ്പോൾ വെള്ളം കവിഞ്ഞു പോകുന്നതായിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ പലർക്കും ഉണ്ടായിട്ടുണ്ട്, കുഞ്ഞുങ്ങൾക്കുണ്ടായിട്ടുണ്ട്. പരിശുദ്ധ അമ്മ നയിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഓരോ പേരൻസിനോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മക്കളെ പരിശുദ്ധ അമ്മയെ ഏൽപ്പിക്കുക. അവരുടെ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഒത്തിരി ഡിസ്റ്റർബൻസ് അവരുടെ ജീവിതത്തിലുണ്ട്. പല വിധത്തിൽ നന്മയും തിന്മയൊക്കെ ഉണ്ടാകാം.
അവിടെയൊക്കെ അമ്മയുടെ മാധ്യസ്ഥത്തിൽ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുമ്പോൾ ഒരു സുരക്ഷിതത്വം നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പരിശുദ്ധ അമ്മ നേർവഴിക്ക് അവരെ കൊണ്ട് നടക്കും. പരിശുദ്ധാത്മാവിനെ നിറയാനുള്ള ഒരു കൃപ അവർക്ക് ലഭിക്കണമെങ്കിൽ അമ്മയുടെ മാധ്യസ്ഥം ഉണ്ടാകണം. IPSR എന്ന സോഫ്റ്റ്വെയർ കമ്പനിയുടെ പിറവിക്കും ഉയർച്ചയ്ക്കും പിന്നിൽ പരിശുദ്ധ അമ്മയുടെ കരങ്ങളാണ്, മാധ്യസ്ഥമാണ് എന്ന് തന്റെ കമ്പനിയുടെ ഭൂതകാലത്തെ സ്മരിച്ചുകൊണ്ട് ഇദ്ദേഹം വെളിപ്പെടുത്തുന്നു. പരിശുദ്ധ അമ്മയെ ഭരമേൽപ്പിക്കുന്ന പ്രസ്ഥാനങ്ങൾ എപ്രകാരം മുന്നേറുമെന്ന് ഈ അനുഭവങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നു. എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ദേവാലയങ്ങളിലൊന്നാണ് വിമലേരി കത്തീഡ്രൽ. സാധിക്കുമെങ്കിൽ എല്ലാ ദിവസവും ഈ പള്ളിയിൽ വന്ന് ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കാറുണ്ട്. ഒത്തിരി പുതിയ ആശയങ്ങൾ പരിശുദ്ധ അമ്മ വഴി എനിക്ക് വെളിപ്പെടുത്തി കിട്ടാറുണ്ട്. പ്രത്യേകിച്ച് ബിസിനസ് മേഖലകളിൽ അല്ലെങ്കിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, പുതിയ എന്തെങ്കിലും ആശയങ്ങൾ ആവശ്യമുള്ളപ്പോൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് വെളിപ്പെട്ട് കിട്ടാറുണ്ട്. ഇവിടെ നിന്ന് കിട്ടുന്ന ആശയങ്ങളും ഇവിടെ നിന്ന് കിട്ടുന്ന ബോധ്യങ്ങളും സാധാരണഗതിയിൽ ഒരിക്കലും തെറ്റാറില്ല. അത് വളരെ വിജയകരമായിട്ട് മുമ്പോട്ട് കൊണ്ടുവരാൻ സാധിക്കാറുണ്ട്. ഞങ്ങളുടെ കമ്പനി തുടങ്ങിയത് 99 നവംബറിലാണ്. 2001 വേൾഡ് ട്രേഡ് സെൻറ്റർ അറ്റാക്കൊക്കെ വന്ന് ഒരു എക്കണോമിക്സ് ലോകമെങ്ങും ഉണ്ടായി. അതിൻ്റെ ഫലമായിട്ട് ലോകത്തിലുള്ള IT കമ്പനികളെ എല്ലാം അത് ബാധിച്ചിരുന്നു. ഞങ്ങളുടെ ഒരു ചെറിയ കമ്പനിയാണ്. കമ്പനിയെ ആ എക്കണോമിക്സ് ലോക്ക്ഡൗൺ ബാധിച്ചതിൻ്റെ ഫലമായിട്ട് കമ്പനി ഒന്ന് പൂട്ടേണ്ട ഒരവസ്ഥ പോലും വന്നു. കമ്പനിയെ എങ്കിലും അത് പൂട്ടാതെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് തമ്പുരാൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ചു. എന്താണ് ഇനി പുതിയൊരു വഴി? അപ്പോൾ കർത്താവ് അത് വെളിപ്പെടുത്തി തന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ പിടിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പുതിയൊരാശയം തന്നു. അത് ഓപ്പൺ സോഴ്സിലേക്ക് പുതിയ ടെക്നോളജിയിലേക്ക് മാറുക എന്നതായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ ആരും ഈ പുതിയ ടെക്നോളജി അഡോപ്റ്റ് ചെയ്തിരുന്നില്ല. എല്ലായിടത്തും അതിന് ഒരു അഡ്വൈസ് നേരെ തിരിച്ചാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ വീണ്ടും വീണ്ടും ആ ബോധ്യം തന്നു. അങ്ങനെ 2003 ഞങ്ങൾ ആ പുതിയ ടെക്നോളജി അഡോപ്റ്റ് ചെയ്തു. 2004 ആയപ്പോഴേക്കും ഇന്ത്യയിലെ തന്നെ നമ്പർ 1 പാർട്ട്ണറായിട്ട് റെഡ് ആറ്റ് US-ൻ്റെ നമ്പർ 1 പാർട്ട്ണറായിട്ട് ഞങ്ങൾക്ക് മാറാൻ സാധിച്ചു. പിന്നീട് ഉള്ള വർഷങ്ങളിൽ അത് വളർന്നു വന്നു. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സർട്ടിഫിക്കേഷൻസ് കൊടുക്കുന്ന, പ്രത്യേകിച്ച് ഓപ്പൺ സോഴ്സിൽ റെഡ് ആറ്റ് ടെക്നോളജിയിൽ സർട്ടിഫിക്കേഷൻസ് കൊടുക്കുന്ന കമ്പനിയായിട്ട് IPSRന് മാറാൻ സാധിച്ചു. ഞങ്ങൾക്ക് നാഷണൽ അവാർഡും ഇൻ്റർനാഷണൽ അവാർഡും ഒക്കെ ഏകദേശം 21ഓളം അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയ ആ ആശയമാണ് അതിന് ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാനുള്ള ഒരു വഴിയായിട്ട് തീർന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഒത്തിരി അനുഗ്രഹങ്ങൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് ഓർത്തെടുക്കുന്ന വേറെ ഒരു സംഭവം, ഞങ്ങൾ പുതിയൊരു ബ്രാഞ്ച് തുടങ്ങുന്ന സമയത്ത്, പ്രത്യേകിച്ച് 2007 അന്ന് ഈ എക്കണോമിക്സ് ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞിട്ട് പുതിയൊരു ബ്രാഞ്ച് തുടങ്ങാനുള്ള പൈസ അല്ല അതിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് കമ്പനിക്ക് സാധിക്കാത്ത വന്നപ്പോൾ വേറെ ഒരു ഇൻവെസ്റ്റർ 15 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നു. 15 ലക്ഷം രൂപ വേണം ആ ബ്രാഞ്ച് തുടങ്ങാനായിട്ട്. എന്നാൽ ഓഫീസ് കെട്ടിടം എല്ലാം എടുത്തു, എല്ലാ കാര്യങ്ങളും സജ്ജീകരിച്ച് വന്നപ്പോൾ ഇൻവെസ്റ്റർ പുറകോട്ട് പോയി. അപ്പോൾ ഞാൻ എൻ്റെ സ്പിരിച്വൽ ഫാദറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ആ ആളെ വിട്ടേക്കുക, ദൈവം ഒരു വഴി കാണിച്ചു തരും. അപ്പോൾ അച്ഛനോട് ഞാൻ വീണ്ടും ചോദിച്ചു, എൻ്റെ മുമ്പിൽ ഒരു വഴിയുമില്ല, എല്ലാ കാര്യങ്ങളും ഓർഡർ ചെയ്തു, മറ്റൊരു വഴി ഇനി എൻ്റെ മുമ്പിലില്ല. അച്ഛൻ പറഞ്ഞത്, നീ മാതാവിൻ്റെ മധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ ഞാൻ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. പരിശുദ്ധ അമ്മയോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു, പരിശുദ്ധ അമ്മേ മാതാവേ, നിൻ്റെ മകനെ തോൽപ്പിക്കരുതേ, നിൻ്റെ മകനെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു വഴി നീ കാണിച്ചു തരണമേ. അങ്ങനെ വളരെ അത്ഭുതകരമായിട്ട് ഒരു 15 ലക്ഷം രൂപ കൃത്യം ഞങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്ന ആ ഒരു ബിസിനസ് ഒരാഴ്ചയ്ക്കകം ഞങ്ങൾക്ക് ലഭിക്കുകയും ഒരു ലോണും എടുക്കാതെ ആ ഒരു ബ്രാഞ്ച് ഞങ്ങൾക്ക് തുടങ്ങാൻ സാധിക്കുകയും ചെയ്തു. അപ്പോൾ അമ്മയുടെ മധ്യസ്ഥം ഓരോ നിമിഷവും ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന ഒരനുഭവം ഉണ്ടാകാറുണ്ട്. ഇതിനേക്കാൾ വലിയൊരു സംഭവം പിന്നീട് കമ്പനിയെ തന്നെ ഉലച്ച ഒരു സംഭവം ഉണ്ടായി. ഞങ്ങളുടെ ഭാഗത്ത് 100% നീതിപൂർവ്വം ഞങ്ങൾ ചെയ്ത ഒരു കാര്യത്തിൽ 2-3 കാര്യങ്ങളുണ്ടായിരുന്നു. അതിന് ഞങ്ങൾക്ക് വലിയ ഒരു വില കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നു. പക്ഷേ കമ്പനിയുടെ ഒരു പോളിസി അനുസരിച്ച് കൈക്കൂലി കൊടുക്കത്തില്ല, മറ്റു മാർഗ്ഗങ്ങളൊന്നും ഞങ്ങൾ നോക്കത്തില്ല, ശരിയായ വഴി കൂടെ മാത്രമേ ഞങ്ങൾ പോവുകയുള്ളൂ എന്ന് ഉറച്ച തീരുമാനം എടുത്തതുകൊണ്ട് അത് കേസിലേക്ക് പോകേണ്ടി വന്നു. ആ കേസ് വിജയിച്ചില്ല എങ്കിൽ കമ്പനി ഞങ്ങൾക്ക് പൂട്ടേണ്ടി വരും, ആ ഒരു അവസ്ഥയിലായിരുന്നു. എന്നാൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ വിളിച്ചപേക്ഷിച്ചപ്പോൾ അമ്മ അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നു. ഈ കേസ് കളിച്ച് അതിനകത്ത് 3 മേഖലകളിൽ 2 കാര്യത്തിൽ ഞങ്ങളിപ്പം വിജയിച്ചു.
മൂന്നാമത്തെ കാര്യത്തിൽ അതിൻ്റെ കേസ് മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ അതുപോലെ ചെറിയ ചെറിയ ഓരോ കാര്യവും, ചിലപ്പോൾ ഒരു എംപ്ലോയിയുടെ കാര്യമായിരിക്കാം. ഒരു എംപ്ലോയി എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ എംപ്ലോയിയെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അവിടെയും കർത്താവ് പ്രവർത്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില ക്ലയൻസുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് IT സോഫ്റ്റ്വെയർ മേഖലകളിൽ ക്ലയൻസുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ ചില ക്ലയൻസ് ഒത്തിരി ഡിഫിക്കൽട്ടാണ് അവർ ഡീൽ ചെയ്യാനായിട്ട്. അപ്പോൾ രാവിലെ ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കും, ആ ക്ലയൻറ്റിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും, അവരുടെ സാഹചര്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. പിന്നീട് നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും അവരുടെ ഒരു സ്വീകരണം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറത്തേക്കാണ് പരിസ്ഥിതി അമ്മ വഴി അവിടെ ഒരു പ്രവർത്തനം നടക്കുക. ഓരോ ദിവസവും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും അതൊരു അനുഭവമായിട്ട് മാറാറുണ്ട്. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക, ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ സാധിക്കാത്ത ഒരവസ്ഥ, ഒരു പ്രത്യേക ഒരു സന്തോഷം, പ്രത്യേക ഒരു അനുഭൂതി ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ലഭിക്കാറുണ്ട്. ചില ദിവസങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ സമയം ഇവിടെ ഇരിക്കും, കൂടുതൽ സമയം പ്രാർത്ഥിക്കും, കൂടുതൽ നമ്മുടെ ജോലിക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, എല്ലാ ജോലിക്കാരുടെയും പേരെടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് എനിക്കൊരു പൂർണ്ണ ബോധ്യമുണ്ട്, ഒത്തിരി പ്രതിസന്ധികൾ ഞങ്ങളുടെ കമ്പനി നേരിട്ടിട്ടുണ്ട്. അവിടെയെല്ലാം ഒരു കൈത്താങ്ങായിട്ട് പരിസ്ഥിതി അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നുള്ള ഒരു ബോധ്യം ഇന്ന് ഞങ്ങൾക്കുണ്ട്. അപ്പോൾ എല്ലാ ബിസിനസ്സുകാരോടും എല്ലാ വ്യവസായികളോടും എനിക്ക് പറയാനുള്ളത്, ഇന്ന് വ്യവസായം നടത്തണമെങ്കിൽ, ബിസിനസ് നടത്തണമെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുക. അപ്പോൾ ഒരു കൈത്താങ്ങ് നമുക്കവിടെ ആവശ്യമുണ്ട്. അത് പരിസ്ഥിതി അമ്മയല്ലാതെ വേറെ ഒരു മാധ്യസ്ഥം നമുക്കില്ല. അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ നമ്മളെ കൈപിടിച്ച് നടത്തുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകും. അധ്യാപന മേഖലയിൽ ഉയർന്നു ശോഭിക്കുവാൻ പരിശുദ്ധ അമ്മ സഹായിച്ച അനുഭവങ്ങൾ നിരവധിയാണ് ഈ ജീവിതത്തിൽ. വിദ്യാർത്ഥികളുടെ ഭൗതിക വിജ്ഞാന മേഖലകളിലേക്ക് ദൈവകൃപ പകർന്നു നൽകുന്ന അധ്യാപന ശൈലി രൂപപ്പെടുത്തുവാനും പ്രാവർത്തികമാക്കുവാനും ഈ അമ്മയാണ് എന്നും ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ളത്. എല്ലാ അധ്യാപകർക്കും ഒരു മാതൃകയാണ് പരിസ്ഥിതി അമ്മ. നമുക്കറിയാം, പേരൻസ് 2-3 മക്കളെ വളർത്തിയെടുക്കുന്നു. എന്നാൽ ഒരു അധ്യാപകൻ തൻ്റെ ജീവിത കാലഘട്ടത്തിൽ അനേകം കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്നു. ഇങ്ങനെ വളർത്തി കൊണ്ടുപോകുമ്പോൾ പല കുഞ്ഞുങ്ങളും പല രീതിയിലായിരിക്കും പെരുമാറുക, പല വിധത്തിലായിരിക്കും അവരുടെ ടാലൻസ്. ഇതെല്ലാം കണ്ടുകൊണ്ട് അവരെ കെയർ ചെയ്ത് അവരെ വളർത്തിയെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു കൈത്താങ്ങ് അവിടെ ആവശ്യമാണ്. അവരുടെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികളിലേക്കൊക്കെ കടന്നു ചെന്ന് അവരെ ഉയർത്തിയെടുക്കാൻ പരിസ്ഥിതി അമ്മയുടെ സഹായം തേടുമ്പോൾ അമ്മ നമ്മളെ സഹായിക്കും. എൻ്റെ കഴിഞ്ഞ 30 വർഷത്തെ അധ്യാപന ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ മാധ്യസ്ഥം തേടിയത് പരിസ്ഥിതി അമ്മയാണ്. ഈ കാര്യത്തിൽ പല കുഞ്ഞുങ്ങളും ബുദ്ധിമുട്ടേറിയ പല സാഹചര്യങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. ചിലരുടെ ജീവിത സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായിരിക്കാം. അപ്പോൾ അവരെയൊക്കെ വളർത്തിയെടുക്കുവാനായിട്ട് അവരെ പരിസ്ഥിതി അമ്മയുടെ ഉമ്മഹൃദയത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരിൽ വലിയ മാറ്റങ്ങൾ വരുന്ന കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം മരിയൻ കോളേജിൽ MCAയുടെ ഡയറക്ടറായിട്ട് ഇരിക്കുമ്പോൾ അധ്യാപകരും കുട്ടികളും എല്ലാം ഈ പ്രത്യേകിച്ച് ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ ഇവരെല്ലാവരും കൂടിയ ഒരു കുടുംബമാണ് ഞങ്ങളുടേത്. അപ്പോൾ അധ്യാപകർക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. ഓരോ ദിവസവും അവരെ സമർപ്പിച്ച്, പ്രത്യേകിച്ച് പരിശ്രമയുടെ ഉമ്മഹൃദയത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരായിരിക്കുന്ന അവസ്ഥയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. ഒത്തിരി കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ച് അവരെ നേർവഴിക്ക് കൊണ്ടുവരാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഓർത്തെടുക്കുന്ന 2-3 കാര്യങ്ങൾ. 10-15 വർഷം മുമ്പ് ഒരു സാറും അവിടെയുള്ള കുട്ടികളും തമ്മിൽ വലിയൊരു വിയോജിപ്പുണ്ടായി. അവർക്ക് പരസ്പരം സംസാരിക്കാൻ പോലും അല്ലാത്ത ഒരു അവസ്ഥയിലെത്തി. കുട്ടികൾ പറയുന്ന സാറിനെ ഞങ്ങൾക്ക് വേണ്ട, സാറിനും അതുപോലെയുള്ളൊരു ഫീലിങ്സായി. അപ്പോൾ ഞാനിവിടുന്ന് കുട്ടിക്കാനം വരെ യാത്ര ചെയ്യുന്ന സമയത്ത് 2 മണിക്കൂറുണ്ട്. ഞാനിവരെല്ലാം സമർപ്പിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് ചെന്നു. അവിടെ ചെന്ന് വൈകിട്ട് 8 മണിയായി. 8 മണിയായപ്പോൾ ഞാൻ സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറഞ്ഞു, സാറുമായിട്ടും സംസാരിക്കുക, സാറിനോട് പറഞ്ഞു, സാറ് കുട്ടികളുമായിട്ടും സംസാരിക്കുക. വലിയൊരു അത്ഭുതമാണ് അവിടെ നടന്നത്. ഇന്ന് പരിസ്ഥിതിയുടെ അമ്മയുടെ മാധ്യസ്ഥം തേടിയതിൻ്റെ ഫലമായിട്ട് വെളുപ്പിനെ 2 മണി വരെ ഇവർ പരസ്പരം സംസാരിച്ച് അവർ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്നു. അവരൊന്ന് വളരെ അതിനുശേഷം അവർ വളരെ പരസ്പരം വളരെ ഐക്യത്തോടെ പോവുകയാണ് ഉണ്ടായത്. ഇതുപോലെ ചില സ്റ്റുഡൻസ് ഉണ്ട്,
അവർ ഡിസിപ്ലിൻ്റെ കാര്യത്തിൽ ഒരു തരത്തിലും കോളേജ് അധികാരികളെ അനുസരിക്കാതെ പോവുകയും ഒരു ഡിസ്മിസൽ വരെ എത്തുന്ന ചില സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് മരിയൻ കോളേജിലെ ചാപ്പലിൽ മാതാവിൻ്റെ പള്ളിയാണ്, മാതാവിൻ്റെ കോളേജാണ്. അവിടെ ഇരുന്ന് മധ്യസ്ഥം പ്രാർത്ഥിച്ചപ്പോൾ ഈ കുഞ്ഞുങ്ങളിൽ വലിയ മാറ്റങ്ങളുണ്ടാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു തരത്തിലും ജോലി ലഭിക്കുകയില്ലെന്ന് വിചാരിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾ ആദ്യം നല്ല കമ്പനികളിൽ ജോലി വാങ്ങിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ കുഞ്ഞിനും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ കുടുംബത്തിലും അത്ഭുതങ്ങൾ സംഭവിക്കും. ചില കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ കാരണമാണ് കുഞ്ഞുങ്ങൾ വേറെ രീതിയിലേക്ക് മാറിപ്പോവുക. അപ്പോൾ കുടുംബത്തെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെയും ഉള്ള അവസരങ്ങളുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് മദ്യപരായിട്ടുള്ള മാതാപിതാക്കന്മാർ അങ്ങനെയുള്ള അവസ്ഥയിൽ അവിടെ നിന്ന് വരുന്ന കുഞ്ഞ് ഒത്തിരി ഡിഫിക്കൽട്ടായിട്ട് പെരുമാറാനൊക്കെ തുടങ്ങി. അപ്പോൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ വീട്ടിൽ മാറ്റങ്ങളുണ്ടായി, മാതാപിതാക്കന്മാർ ധ്യാനം കൂടുകയും വലിയ മാറ്റങ്ങൾ അവിടെ കുടുംബത്തിലുണ്ടാകുകയും ഈ കുട്ടിക്ക് ജോലിയൊക്കെ കിട്ടി അവർ നല്ല രീതിയിലേക്ക് ഉയരാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടീച്ചേഴ്സിൻ്റെയൊക്കെ സെഷൻ എടുക്കുമ്പോൾ അവരോട് പറയാറുണ്ട്, നമുക്ക് ഡിസിപ്ലിൻ ആക്ഷൻ എടുക്കാം, പക്ഷേ അതിലപ്പുറത്തേക്ക് കർത്താവിൻ്റെ സന്ധിയിലേക്ക് അവരെ കൊടുക്കുക. അതിന് ഏറ്റവും അത്യാവശ്യം അവർക്ക് വേണ്ടി ജപമാലയിൽ പ്രാർത്ഥിക്കുക. അപ്പോൾ അവരുടെ വിശുദ്ധി ഉണ്ടാകും, അവരിൽ മാറ്റങ്ങളുണ്ടാവും. എൻ്റെ ജീവിതത്തിലെ അനുഭവം ഞാൻ 100 കണക്കിന് കുട്ടികളെ ഈ രീതിയിലേക്ക് മാറ്റിയെടുക്കാനായിട്ട് ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഇത് മറ്റധ്യാപകർക്കും ഒരു മാതൃകയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അമ്മേ അമ്മേ എൻ്റെ ആശ്രയമേ, അമ്മേ അമ്മേ